മിശിഹായിൽ പ്രിയ സഹോദരരെ, അമലോത്ഭവ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. എന്താണ് അമലോത്ഭവം? ഈശോയുടെ യോഗ്യത വഴി ലഭിച്ച പ്രത്യേക കൃപനിമിത്തം പരിശുദ്ധ കന്യകാമറിയം ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ജന്മപാപത്തിൻ്റെ എല്ലാവിധ കളങ്കതയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യമാണ് അമലോത്ഭവ തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ടിടങ്ങളിൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സൂചനകൾ ഉണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയുമായും അവളുടെ സന്തതിയായും ഞാൻ ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തല തകർക്കും എന്ന വാക്യമാണ് ഇതിന് പ്രധാന ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നത്. ഇതിൽ പ്രതിപാദിക്കുന്ന സ്ത്രീയായ പരിശുദ്ധ കന്യകാമറിയം ഒരു നിമിഷമെങ്കിലും പാപത്തിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ ഈ തല തകർക്കൽ സാധിക്കുമായിരുന്നില്ല. പുതിയ നിയമത്തിൽ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. റോമ 6:14 അനുസരിച്ച് കൃപ നിറഞ്ഞവരിൽ പാപത്തിന് യാതൊരു സ്വാധീനവുമില്ല. അതുകൊണ്ട് തന്നെ കൃപ നിറഞ്ഞവളെ എന്ന അഭിവാദനത്തിൽ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവത്തെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ അമലോത്ഭവ തിരുനാളിൽ ക്രിസ്മസിനെ അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കാനുള്ള ഒരു കൃപയ്ക്കായി പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.